السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് അശ്അരികളുടെ പിഴവുകൾ എന്ന ഹെഡിങ്ങിന്റെ കീഴിലുള്ള മൂന്നാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ അശ്അരികൾക്ക് അഖീദയിൽ വന്ന പിഴവുകൾ എന്തൊക്കെയാണ് എന്നതാണ് പരിശോധിക്കുന്നത്. അതായത് സലഫുകളുടെ അഖീദക്ക് വിഭിന്നമായി എതിരായി അശ്അരികൾ ഒരുപാട് വിശ്വാസകാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവ പഠിക്കലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തലുമാണ് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് അശ്അരിയത്ത് അഖീദയായി സ്വീകരിച്ചവരുണ്ട്. അവർ പറയുന്നത് നമ്മൾ അഹ്ലുസുന്നയാണ്, നമ്മളും സലഫുകളുടെ അതേ അഖീദയിലാണ്, ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മളും അഖീദ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതും പഠിക്കുന്നതും എന്നൊക്കെ. അത് എത്രത്തോളം ശരിയാണ് എന്നതും കൂടി ഈ നമ്മുടെ ക്ലാസ്സിലൂടെ നമുക്കവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. തീർത്തും സലഫുകളുടെ അഖീദക്ക് എതിരായ അഖീദകളാണ് അശ്അരികൾ എന്ന് പറയുന്നവർ അവരുടെ അഖീദയായി വിശ്വാസകാര്യങ്ങളായി കൊണ്ടു നടക്കുന്നത്. ഇത് പ്രമാണബദ്ധമായി സ്ഥിരീകരിക്കാനാണ് നമ്മൾ ഇങ്ങനെയൊരു ക്ലാസ് സംഘടിപ്പിച്ചത് തന്നെയും. അശ്അരികൾ അവർ വിചാരിച്ചിരിക്കുന്നത് അശ്അരികളും സലഫികളും തമ്മിലുള്ള എതിർപ്പ്, വിയോജിപ്പ് അത് കേവല ഒന്ന് രണ്ട് മസ്അലകളിൽ മാത്രമാണ് എന്നല്ല. ചിലരുടെ സംസാരം കേട്ടാൽ നമുക്ക് തോന്നുക തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൽ അല്ലാഹുവിന്റെ സിഫാത്തുകളെ എങ്ങനെ മനസ്സിലാക്കണം എന്ന വിഷയത്തിൽ മാത്രമേ അശ്അരികളും സലഫികളും തമ്മിൽ വിയോജിപ്പുള്ളൂ എന്നൊക്കെ ധരിച്ച ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ഓളം മസ്അലകൾ അശ്അരികൾ അഹ്ലുസുന്നക്ക് സലഫുകൾക്ക് എതിരായതായി എണ്ണിയിട്ടുണ്ട്. അതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ സലഫുകളിലെ പലരും കുഫറാണെന്ന് പറഞ്ഞ മസ്അലകൾ വരെ അശ്അരികൾ അവരുടെ അഖീദയായി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ അശ്അരികളുടെ ഓരോ മസ്അലകളും അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് എന്ത്, അഹ്ലുസുന്നയുടെ നിലപാട് എന്ത് എന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കാനാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ദീൻ മനസ്സിലാക്കി പഠിക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറഞ്ഞു അശ്അരികൾക്ക് അഹ്ലുസുന്നയോട് വിയോജിപ്പുള്ള മസ്അലകൾ വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ് മസ്അലത്തുൽ ഈമാൻ. ഈമാൻ എന്നാൽ എന്ത് എന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈമാനിനെ വിശദീകരിച്ചത് ഈമാൻ എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദുൽ ഖൽബി വ ഖൗലുൽ ലിസാനി വ അമലുൽ ജവാരിഹ്, ഹൃദയം കൊണ്ട് അംഗീകരിക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ് ഈമാൻ എന്നാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഈമാനിന്റെ റുക്കിനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ചെറിയ രീതിയിൽ അതിന് വിശദീകരിച്ചിരുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുക്കൽ ഈമാൻ എന്ന് പറഞ്ഞാൽ സലഫി ഉലമാക്കൾ പറയാറുണ്ട് 4 നൂനുകളാണ്. ഒന്ന് ഇഅ്തിഖാദുൽ ജനാൻ, ഹൃദയം കൊണ്ട് അംഗീകരിക്കൽ. 2 ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കൽ. 3 അമലുൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കൽ. അൽ അമലു ബിൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കൽ. 4 യസീദു ബിത്താഅ വയൻകുസു ബിൽ ഇസ്യാൻ, അനുസരണയിലൂടെ കൂടുകയും ധിക്കാരത്തിലൂടെ കുറയുകയും ചെയ്യും ഈമാൻ. അപ്പോൾ 4 നൂന് വന്ന് ഇഅ്തിഖാദും ബിൽ ജനാൻ നൂന്, ഖൗലും ബിൽ ലിസാൻ നൂന്, അമലും ബിൽ അർക്കാൻ നൂന്, യസീദു ബിത്താഅ വയൻകുസു ബിൽ ഇസ്യാൻ നൂന്. 4 നൂനുകളാണ് ഈമാൻ എന്ന് പറയും. ഇതില് ഇഅ്തിഖാദുൽ ജനാൻ, ഹൃദയം കൊണ്ടുള്ള അംഗീകാരം, ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം, അമലും ബിൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ടുള്ള അമൽ ചെയ്യൽ, ഇത് ഈമാനിന്റെ റുക്കിനുകളാണ്. ഈ 3 കാര്യങ്ങൾ ഈമാനിന്റെ റുക്കിനാണെന്നതിൽ സലഫുകൾ ഇജ്മാ ആണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ഇമാം അൽ-ലാലിക്കായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹ് ഉസൂൽ ഇഅ്തിഖാദ് അഹ്ലുസുന്ന എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ അഖീദ ഗ്രന്ഥത്തിൽ പറഞ്ഞു. ഖാല ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്
വകാനൽ ഇജ്മാഉ മിനസ് സഹാബത്തി വത്താബിഈന മിൻ ബഅദിഹിം മിമ്മൻ അദ്റഖന. സഹാബാക്കളിൽ നിന്നും അവർക്ക് ശേഷം താബീങ്ങളിൽ നിന്നും നാം കണ്ടവരിൽ നിന്നുമെല്ലാം ഇജ്മാ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇജ്മാ ഉണ്ടായത്? അന്നൽ ഈമാന ഖൗലുൻ വ അമലുൻ വ നിയ്യത്തുൻ. ഈമാൻ എന്നാൽ പറയലും വിശ്വസിക്കലും പ്രവർത്തിക്കലുമാണ്. ലാ യുജ്സിഉ വാഹിദു മിനസ് സലാസതി അനിൽ ആഖർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതിയാവുകയില്ല മറ്റേതില്ലാതെ എന്നത് സഹാബാക്കളുടെയും താബീങ്ങളുടെയും ഇജ്മാ ഉണ്ട് എന്ന് ആരാ പറയുന്നത്? ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ തന്നെ ഇമാം അൽ ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹ് സുന്ന എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇത്തഫഖ സഹാബത്തു വത്താബിഊന വമൻ ബഅദഹും. സഹാബാക്കളും താബിഉകളും താബിഉകൾക്ക് ശേഷമുള്ളവരും ഏകാഭിപ്രായക്കാരാണ്. ആരാണ് താബികൾക്ക് ശേഷമുള്ള? മിൻ ഉലമാഇ സുന്ന. സുന്നത്തിന്റെ ഉലമാക്കളിൽപ്പെട്ട താബികൾക്ക് ശേഷമുള്ളവരെല്ലാം ഏകാഭിപ്രായക്കാരാണ്. അല അന്നൽ അഅമാല മിനൽ ഈമാൻ. കർമ്മങ്ങൾ ഈമാനിൽ പെട്ടതാണ്. വഖാലു. സഹാബാക്കളും താബികളും താബികളും എല്ലാവരും പറഞ്ഞു, ഇന്നൽ ഈമാന ഖൗലുൻ വ അമലുൻ വ അഖീദത്തുൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയും വിശ്വാസവുമാണ്. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുക്കൽ ഈമാൻ. ഈ മസ്അലയിൽ അശ്അരികൾ അഹ്ലുസുന്നക്കെതിരാണ്. അശ്അരികൾ ഈമാനെ നിർവചിച്ചത് ഈമാൻ എന്നാൽ സത്യപ്പെടുത്തൽ മാത്രമാണ് എന്ന്. അശ്അരികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ സ്ഥിരീകരിക്കുന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖ്, സത്യപ്പെടുത്തലാണ് എന്ന്. അശ്അരി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അത് വിശാലമായി അവരെ എഴുതിയിട്ട് കാണാം. എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമായിട്ട് തന്നെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈമാൻ എന്ന് പറഞ്ഞാൽ അറിയല് മാത്രമാണ് എന്ന്. അതായത് ഈമാനിൽ പേച്ചുപോയ, ഈമാൻ എന്ന മസ്അലയിൽ പേച്ചുപോയ ടീമിന് മൊത്തത്തിൽ പറയുന്ന ഒരു പേരുണ്ട് മുർജികൾ എന്ന്. മുർജിയാക്കൾ, ഇർജായിന്റെ ആൾക്കാരെന്ന് പറയും. എന്താണ് ഇർജാവ് വാദം? കർമ്മങ്ങൾ ഈമാനിൽപ്പെട്ടതല്ല എന്നതാണ് ഇവിടെ പ്രധാന വാദം. കർമ്മങ്ങൾ ഈമാനിൽപ്പെട്ടതല്ല എന്ന്. ഇർജാവ് വാദക്കാരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ 4 ആക്കി തിരിച്ചിട്ടുണ്ട്. 4 കൂട്ടരാണ് മുർജികൾ എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. 1 ജഹ്മികൾ, 2 കറാമികൾ, 3 അശ്അരികൾ, 4 മുർജിയത്തുൽ ഫുഖഹ, കൂഫയിലെ ഹനഫി ഫുഖഹാക്കൾ. ഈ 4 കൂട്ടർക്കാണ് പൊതുവെ മുർജികൾ എന്ന് പറയുക. ഈ 4 കൂട്ടരും ഈമാനിൽ നിന്നും അമലിനെ പുറത്താക്കിയവരാണ്. അതിൽ ജഹ്മികളാണ് ഏറ്റവും കടുത്തവർ. ജഹ്മികളെ പ്രത്യേകം പണ്ഡിതന്മാർ എടുത്തു പറയും. അവർ പറയുന്നത് മാരിഫത്ത് മാത്രമാണ് ഈമാൻ, അറിയൽ മാത്രമാണ് ഈമാൻ. അതിന് തൊട്ട് താഴെ വരുന്നവരാണ് അശ്അരികൾ. അശ്അരികൾ പറയുന്നത് തസ്ദീഖാണ് ഈമാൻ. കറാമികൾ പറയുന്നത് നാവ് കൊണ്ട് പറയൽ മാത്രമാണ് ഈമാൻ. മുർജിദുൽ ഫുഖഹ എന്ന് പറയുന്ന കൂഫയിലെ ഹനഫി ഫുഖഹാക്കൾ പറയുക ഹൃദയം കൊണ്ട് അംഗീകരിക്കലും നാവ് കൊണ്ട് പറയലും മാത്രമാണ് ഈമാൻ. ഇവരെല്ലാം എന്തിനെ പുറത്താക്കി? കർമ്മത്തെ ഈമാനിൽ നിന്ന് പുറത്താക്കി. അഹ്ലുസുന്ന പറയും കർമ്മങ്ങൾ ഈമാനിൽ പെട്ടതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഈമാൻ എന്ന ശീർഷകത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന ഹദീസുകളൊക്കെ ഈ മുർജികൾക്കുള്ള റദ്ദാണ്, മറുപടിയാണ്. എന്താണ് മറുപടി? കർമ്മങ്ങൾ ഈമാനിൽ പെട്ടതാണ് എന്ന് സ്ഥാപിക്കലാണ്. ഇനി നമുക്ക് അശ്അരി പണ്ഡിതന്മാര് ഈമാനിന് എന്താണ് നിർവചനം പറഞ്ഞതെന്ന് നോക്കാം. അശ്അരി പണ്ഡിതന്മാരുടെ വലിയൊരു ഇമാമാണ് ഇമാം അൽ ജുവൈനി, അബുൽ മആലി അൽ ജുവൈനി. അദ്ദേഹം പറയാണ്, വൽ മർലിയു ഇൻദന, നമ്മുടെ അടുക്കൽ സംതൃപ്തകരമായ നിർവചനം ഈമാനിന്റേത് അന്ന ഹഖീഖത്തൽ ഈമാൻ അത്തസ്ദീഖു ബില്ലാഹ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സത്യപ്പെടുത്തൽ മാത്രമാണ്. ഫൽ മുഅ്മിനു ബില്ലാഹി മൻ സദ്ദഖഹു, ആര് അള്ളാഹിനെ സത്യപ്പെടുത്തിയോ അവനാണ് അള്ളാഹുവിനെ അംഗീകരിച്ച മുഅ്മിൻ എന്ന്.
ജുബൈനി അദ്ദേഹത്തിന്റെ അൽ ഇർഷാദ് ഇലാ ഖവാതിഇൽ അദില്ലത്തി ഫീ ഉസൂലുൽ ഇഅ്തിഖാദ് എന്ന ഗ്രന്ഥത്തിലാണ് ഇത് പറഞ്ഞത്. വിശദമായി പറയുന്നുണ്ട്. ഒരുപാട് ഈമാനിൽ പയച്ചുപോയ ആൾക്കാരൊക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായമായി ലാസ്റ്റ് പറയുന്നതാണ് വൽ മർദിയു ഇൻദനാ, നമ്മുടെ അടുക്കൽ തൃപ്തികരമായ നിലപാട് എന്താണ്, നിർവചനം എന്താണ്? അന്ന ഹഖീഖത്തൽ ഈമാൻ അത്തസ്ദീഖു ബില്ലാഹ്. അതേപോലെ തന്നെ ഇമാം അൽ ജുവൈനിക്ക് ഈമാൻ എന്ന് നിർവചിക്കുന്ന മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖുവാണ്, നാവ് കൊണ്ട് പറയലുമാണ് എന്ന്. ഇതുപോലെ മുർജിയത്തുൽ ഫുഖാഹിനെ പോലെ കൂഫയിലെ ഹനഫി ഫുഖാഹുകൾ പറഞ്ഞില്ലേ, ഹൃദയം കൊണ്ട് അംഗീകരിക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലുമാണ് ഈമാൻ എന്ന്. മെയിൻ പ്രശ്നം എന്താണ്? കർമ്മങ്ങളെ ഈമാനിൽ നിന്നും പുറത്താക്കി. അതാണ് ഇമാം ബഗവി പറഞ്ഞത്, സഹാബാക്കളും താബികളും താബികൾക്ക് ശേഷമുള്ള ഉലമാഉ സുന്നയെല്ലാം ഇത്തിഫാഖാണ് അന്നൽ അഅമാല മിനൽ ഈമാൻ, കർമ്മങ്ങൾ ഈമാനിൽപ്പെട്ടതാണ് എന്ന്. കാരണം ഇവരൊക്കെ കർമ്മങ്ങളെ ഈമാനിൽ നിന്ന് പുറത്താക്കി. അതേപോലെ തന്നെ അശ്ശരികളിൽ അറിയപ്പെട്ട വലിയൊരു ഇമാമാണ് ഇമാം അൽ ആമുദി, വലിയ ഉസൂലിയാണ് അദ്ദേഹം ഈമാനെ സംബന്ധിച്ച് പറയുന്നത് ലൈസൽ ഈമാനുഹു അൽ ഇഖ്റാറു ബിൽ ലിസാൻ ഫഖത്ത്, ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് മാത്രം അംഗീകരിക്കലല്ല. കമാ സഅമത്ത് അൽ കറാമിയ, കറാമികൾ പറഞ്ഞതുപോലെ നാവ് കൊണ്ട് അംഗീകരിക്കൽ മാത്രമല്ല ഈമാൻ. വലാ ഇഖാമത്തുൽ ഇബാദാത്തി വത്തമസ്സുകി ബിത്താഅത്ത്, ഇബാദത്തുകൾ മാത്രം ചെയ്യലുമല്ല ഈമാൻ. കമാ സഅമത്ത് അൽ ഖാരിജിയ, ഖവാരിജികൾ പറഞ്ഞതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു ഈമാനെ. അദ്ദേഹത്തിന്റെ ഭാഷയിൽ വിശദീകരിക്കുകയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു വബിഹാദാ യതബയ്യനു ഐലൻ ഫസാദു ഖൗലിൽ ഹശവിയ്യ, ഇതിലൂടെ ഹശവികളുടെ കൗലും ഫാസിദാണ് എന്ന് ബോധ്യപ്പെടുന്നു. ഹശവികൾ ആരാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അശ്ശരികൾ അഹ്ലുസുന്നയെ കളിയാക്കി വിളിക്കുന്ന പേരാണ് ഹശവികൾ. നമ്മൾ പറഞ്ഞിരുന്നു എന്ത്, തരം താഴ്ന്നവർ, ആയത്തൊന്നും മനസ്സിലാക്കാൻ കഴിവില്ല, വെറും ലഫ്ദ് വായിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നതാണ്. ഹശവികളുടെ വാദം ഫാസിദാണ് എന്നും ഇതിലൂടെ ബോധ്യപ്പെട്ടു. എന്താണ് ഹശവികളുടെ വാദം? ഇന്നൽ ഈമാന ഹുവ അത്തസ്ദീഖു ബിൽ ജനാൻ, ഹൃദയം കൊണ്ട് അംഗീകരിക്കലാണ് ഈമാൻ. വൽ ഇഖ്റാറു ബിൽ ലിസാൻ, നാവ് കൊണ്ട് അംഗീകരിക്കലാണ് ഈമാൻ. വൽ അമലു ബിൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ് ഈമാൻ എന്ന കൗല് ഫാസിദാണ് എന്ന്. ഈ കോല ആരെ കോലായിട്ടാണ് ഇമാം ഷാഫി പറഞ്ഞത്? സഹാബാക്കളുടെ കൗലായിട്ട്, താബികളുടെ കൗലായിട്ട്. ഇമാം ബഗവി എന്താ പറഞ്ഞത്? സഹാബാക്കളും താബികളും തബു താബികളും ഇത്തിഫാഖാണ്, ഇതാണ് ഈമാൻ. ആ ഇത്തിഫാഖ്, സഹാബാക്കടക്കമുള്ള സലഫുകൾ ഇത്തിഫാഖായ ഒരു മസലയാണ് ആര് കളിയാക്കുന്നത്? ഇമാം അൽ ആമുദി എന്ന് പറയുന്ന അശ്ശരി പണ്ഡിതൻ കളിയാക്കുന്നത് ഹശ്വികളുടെ കൗല് ഫാസിദാണ്. അത് ഈമാൻ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നുമാണെന്നത് ഫാസിദാണ്. അപ്പോൾ അശ്ശരികളുടെ ആര മദ്ഹബിലല്ല മനസ്സിലായി, സലഫുകളുടെ മദ്ഹബിലല്ല ഈമാന്റെ വിഷയത്തിൽ എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അശ്ശരികൾ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് അൽ ഈജി, ഇബ്രാഹിം അൽ ഈജി. അശ്ശരി ഷാഫി ഫഖീഹാണ്. അഖീദയിൽ അശ്ശരിയിൽ അറിയപ്പെട്ട അശ്ശരികളുടെ ഇമാമായി അറിയപ്പെട്ട പണ്ഡിതനാണ്. കാലൽ ഈജി എന്ന് പിൽക്കാലക്കാരായ ആധുനികരായ പണ്ഡിതന്മാരൊക്കെ അശ്ശരികളുടെ ഇമാമായിട്ട് ഉദ്ധരിക്കുന്ന പണ്ഡിതനാണ് അൽ ഈജി. അദ്ദേഹം പറയാണ് യഅലം അന്നൽ ഈമാന ഫിൽ ലുഗത്തി അത്തസ്ദീഖ്, ഭാഷാപരമായ ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖാണ്. ഖാല അല്ലാഹു തആല ഹികായതൻ അൻ ഇഖ്വതി യൂസുഫ് വമാ അൻത ബിമുഅ്മിനിൻ ലനാ, തെളിവ് കൊണ്ടുവരാണ്. വമാ അൻത ബിമുഅ്മിനിൻ ലനാ എന്ന് അല്ലാഹു പറഞ്ഞ മുഅ്മിനുൽ ലനാ എന്നുള്ളത് മുസദ്ദിഖ് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു. വഖാല അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി, ആ ഹദീസ് കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറഞ്ഞു തുസദ്ദിഖു വ അമ്മ ഫി ശർഇ വഹുവ മുതഅല്ലഖു മാ ദക്കർനാ മിനൽ അഹ്കാം ഫഹുവ ഇൻദനാ വഅലൈഹി അക്സറുൽ അയിമ്മ. ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കൽ ആ അഭിപ്രായത്തിലാണ് അശ്ശരികളുടെ അധിക ഇമാമുമാരും. ഖാദി അബൂബക്കർ അൽ ബാക്കിലാനി പോലെ കുറെ ആൾക്കാരെ പേര് പറഞ്ഞിട്ട് അത്തസ്ദീഖു ലിർറസൂലി ഫീമാ ഉലിമ മജിഉഹു ബിഹി ലറൂറതൻ വതഫ്സീലൻ ഫീമാ ഉലിമ തഫ്സീലൻ വഇജ്മാലൻ ഫീമാ ഉലിമ ഇജ്മാലൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങളെ മൊത്തത്തിൽ അംഗീകരിക്കലാണ്. അംഗീകരിക്കുന്ന നിർബന്ധമായ കാര്യങ്ങളെ വിശദമായി അംഗീകരിക്കുന്നതിന് വിശദമായി അംഗീകരിക്കലും ഷോർട്ടായി അംഗീകരിക്കേണ്ടതിനെ ഷോർട്ടായി അംഗീകരിക്കലുമാണ് ഈമാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പേച്ച കുറെ ആൾക്കാരുടെ അഖീദ പറയാണ്. അശ്ശരി അഖീദ പറഞ്ഞു ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖാണ്, സത്യപ്പെടുത്തലാണ്.
മറ്റ് പിഴച്ച ആൾക്കാരുടെ, ശരിയല്ലാത്ത ആൾക്കാരുടെ മറ്റ് അഭിപ്രായങ്ങൾ പറയാണ്. അവസാനം അദ്ദേഹം പറയാണ് വക്കാല സലഫു, സലഫുകൾ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞ ആരെ വാദമല്ല? സലഫുകളുടെ വാദമല്ല. വക്കാല സലഫു അസ്ഹാബുൽ അസർ, ഹദീസിന്റെ ഉലമാക്കൾ, അസ്ഹാബുൽ ഹദീസ്, അസ്ഹാബുൽ അസർ, അസരികൾ, അസ്ഹാബുൽ അസറും പറഞ്ഞു ഇന്നഹു മജ്മൂഉ ഹാദിഹി സലാസ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ഒരുമിച്ച് കൂടിയതാണ്. ഏത് മൂന്നും? ചിലർ പറഞ്ഞു ഖൗല് മാത്രമാണ് ഈമാൻ, ചിലർ പറഞ്ഞു അമല് മാത്രമാണ് ഈമാൻ, ചിലർ പറഞ്ഞു വിശ്വാസം മാത്രമാണ് ഈമാൻ. എന്നാൽ സലഫുകളും അഹ്ലുൽ ഹദീസും പറയുന്നു ഇത് മൂന്നും കൂടിയതാണ് ഈമാൻ. ഫഹുവ തസ്ദീഖും ബിൽ ജനാൻ വഇഖ്റാറും ബിൽ ലിസാൻ വഅമലും ബിൽ അർക്കാൻ. അപ്പൊ സലഫുകളുടെയും അഹ്ലുൽ ഹദീസിന്റെ വാദം എന്താണ്? ഹൃദയം കൊണ്ട് അംഗീകരിക്കലാണ് ഈമാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കലാണ് ഈമാൻ, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ് ഈമാൻ. അപ്പോൾ ഈജിയുടെ വാക്കുപ്രകാരം തന്നെ എന്തായി? അദ്ദേഹം ആരുടെ അഖീദയിലല്ല, സലഫുകളുടെയും അസ്ഹാബുൽ ഹദീസിന്റെയും അഖീദയിലല്ല എന്ന് അദ്ദേഹത്തിന്റെ അൽ മവാഖിഫു മാ ശർഹിൽ ജുർസാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതി. ഇതാണ് അശ്അരികളുടെ അടുക്കൽ ഈമാൻ. വളരെ ഗൗരവമുള്ള വിഷയമാണിത്. അശ്അരികൾ മസലത്തുൽ ഈമാനിൽ അഹ്ലുസുന്നയുടെ കൂടെയല്ല. നമ്മളീ പറഞ്ഞ കൗലിനെല്ലാം അപ്പുറത്ത് നമുക്ക് മതിയായ ഒരു കൗലുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകൾ ക്രോഡീകരിക്കുമ്പോൾ എഴുതിയൊരു കൗല്, കതബ്തു അൻ അൽഫി നഫരിൻ മിനൽ ഉലമായി വസിയാദ, 1000 1000-ലധികമോ ഉലമാക്കളിൽ നിന്നും ഞാൻ ഹദീസ് എഴുതിയിട്ടുണ്ട്. ലം അക്തുബ് ഇല്ല അമ്മൻ ഖാല അൽ ഈമാനു ഖൗലുൻ വ അമൽ, ഈമാന് ഖൗലും അമലുമാണ് എന്ന് പറഞ്ഞ ആളിൽ നിന്നല്ലാതെ ഞാൻ ഹദീസ് എഴുതിയെടുത്തിട്ടില്ല. അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൗലും ബിൽ ലിസാൻ, ഇഅ്തിഖാദും ബിൽ ജനാൻ, അമലും ബിൽ അർക്കാനാണ്. 1000-ലധികം ഹദീസ് പണ്ഡിതന്മാരിൽ നിന്നും ഞാൻ ഹദീസ് എഴുതിയെടുത്തിട്ടുണ്ട്. അവരൊക്കെ എന്ത് വാദക്കാരാണ്? അഹ്ലുസുന്നയുടെ ഈ വാദം പറയുന്ന ആൾക്കാരാണ്. ഈമാനിൽ അമല് പെട്ടതല്ല എന്ന് പറയുന്നവരിൽ നിന്നും ഞാൻ ഹദീസ് എഴുതിയെടുത്തിട്ടില്ല എന്ന്. ഇനി അശ്അരികൾ, നമുക്ക് അശ്അരികളുടെ അഖീദ എന്താ മനസ്സിലായി? ഈമാനിൽ അശ്അരികൾ അഹ്ലുസുന്നയുടെ കൂടെയല്ല. പിന്നെ ആരുടെ കൂടെയാണ് അശ്അരികൾ? അശ്അരികൾ ഈമാന്റെ വിഷയത്തിൽ ജഹ്മികളുടെ കൂടെയാണ്. ജഹ്മികളാണ് ഇത് ആദ്യം പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ മാരിഫത്താണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പലയിടങ്ങളിലായി എവിടെയെല്ലാം മസ്അലത്തുൽ ഈമാൻ ചർച്ച ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ പറയും ജഹ്മികൾ ഈമാനിനെ മാരിഫത്ത് മാത്രമാക്കി, അറിയല് മാത്രമാക്കി. ജഹ്മിനെ ഈ വിഷയത്തിൽ സഹായിച്ച ആളാണ് അശ്അരികളും അബുൽ ഹസൻ അൽ അശ്അരിയും അദ്ദേഹത്തിന്റെ അനുയായികളും എന്ന് പറയുന്നിടത്തൊക്കെ പറയും. അപ്പോൾ ഈമാന്റെ വിഷയത്തിൽ അശ്അരികൾ ജഹ്മികളാണ്, മുർജികളാണ്, ജഹ്മിയത്ത് വാദമാണ്. ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹം പറയാണ് വഅമ്മൽ അശ്അരി ഫൽ മഅറൂഫ് അൻഹു വഅൻ അസ്ഹാബിഹി അന്നഹും യുവാഫിഖൂന ജഹ്മൻ ഫീ ഖൗലിഹി ഫിൽ ഈമാൻ. ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അത്ര ആഴത്തിൽ പഠനം നടത്തിയ ഒരാളാണ് ഈ വിഷയങ്ങൾ. അശ്അരിയും അശ്അരിയുടെ ആൾക്കാരും ഈമാന്റെ വിഷയത്തിൽ ജഹ്മ് ബിൻ സഫ്വാനോട്, ജഹ്മികളോട് യോജിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വഅന്നഹു മുജറദ് തസ്ദീഖിൽ ഖൽബി ഔ മഅരിഫത്തുൽ ഖൽബ്. എന്താണ് അവരുടെ വാദം? ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തൽ മാത്രമാണ്, അല്ലെങ്കിൽ ഹൃദയത്തിൽ അറിയൽ മാത്രമാണ് എന്ന്. ഹൃദയം കൊണ്ട് അറിയൽ മാത്രമാണ് ഈമാൻ എന്നത് ജഹ്മികളുടെ വാദമാണ് എന്ന് സലഫുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇമാം വഖീ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇമാം ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി, ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ ജഹ്മികളുടെ അഖീദയാണ് മാരിഫത്തുൽ ഖൽബ്, ഹൃദയം കൊണ്ട് അറിയൽ മാത്രമാണ് ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം വഖീ റഹ്മത്തുള്ളാഹി പറഞ്ഞു അഹ്ലുസുന്നതി യഖൂലൂൻ, അഹ്ലുസുന്ന പറയും അൽ ഈമാനു ഖൗലുൻ വ അമലുൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലും അമലുമാണ്. അതായത് ഹൃദയം കൊണ്ട് അംഗീകരിക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ് ഈമാൻ എന്ന് പറയും. വൽ മുർജിയത്തു യഖൂലൂൻ, മുർജികൾ പറയും ഈമാൻ എന്ന് പറഞ്ഞാൽ ഇന്നൽ ഈമാന ഖൗലും ബിലാ അമൽ, അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും മാത്രമാണ്, എന്തല്ല അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലല്ല ഈമാൻ എന്ന് മുർജികൾ പറയും. വൽ ജഹ്മിയ്യത്തു യഖൂലൂൻ, ജഹ്മികൾ പറയും
ഇന്നൽ ഈമാന അൽ മാരിഫ, ഈമാൻ എന്ന് പറഞ്ഞാൽ അറിയൽ മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞാൽ മതി, അള്ളാഹു ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി, ഇതാണ് അവരറിയല്. അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്ന അഹ്ലൽ ഇർജാഇ യഖൂലൂൻ, ഇർജാഇന്റെ ആൾക്കാർ പറയും, ഇന്നൽ ഈമാന ഖൗലുൻ ബിലാ അമൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ അവയവം കൊണ്ട് പ്രവർത്തിക്കാതെ ഉള്ള നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും ഹൃദയം കൊണ്ടുള്ള അംഗീകാരവും മാത്രമാണ് ഈമാൻ. വയഖൂലുൽ ജഹ്മിയ്യത്തു, ജഹ്മികൾ പറയും, അൽ ഈമാനു അൽ മഅരിഫത്തു, ഈമാൻ എന്ന് പറഞ്ഞാൽ അറിയൽ മാത്രമാണ്, ബിലാ ഖൗലിൻ പറയേണ്ടതില്ല, വലാ അമലിൻ പ്രവർത്തിക്കേണ്ടതുമില്ല. വയഖൂലു അഹ്ലുസുന്ന, അഹ്ലുസുന്ന പറയും, അൽ ഈമാനു അൽ മഅരിഫത്തു വൽ ഖൗലു വൽ അമലു. അതാണ് ഫുളൈൽ ഇബ്നു ഇയാദ് താബീ പണ്ഡിതനാണ്, അദ്ദേഹം പറയാണ് അഹ്ലുസുന്ന പറയും ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് അംഗീകരിക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ് എന്ന്. അതുപോലെ തന്നെ ഇമാം അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സഅമത്ത് അൽ ജഹ്മിയ്യത്തു, ജഹ്മികൾ പറഞ്ഞു, അന്നൽ ഈമാന ഹുവൽ മഅരിഫത്തു വഹ്ദഹ, ഈമാൻ എന്ന് പറഞ്ഞാൽ അറിയൽ മാത്രമാണ് എന്ന്. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അമ്മൽ ജഹ്മിയ്യത്തു ഫയജ്അലൂനഹു തസ്ദീഖൽ ഖൽബ്, ജഹ്മികൾ ഈമാനിനെ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തൽ മാത്രമാക്കി. ഫലാ തകൂനു ഷഹാദതാനി വലസ്സലാത്തു വലസ്സകാത്തു വഗൈറുഹുന്ന മിനൽ ഈമാൻ, അതുപോലെ രണ്ട് ഷഹാദത്ത് കലിമ പറയല്, നിസ്കാരം, സകാത്ത് പോലുള്ള അമലുകളൊന്നും ഈമാനിൽപ്പെട്ടതല്ല എന്നതാണ് ജഹ്മികളുടെ വാദം എന്ന്. ഈ ജഹ്മികളുടെ വാദമാണ് അശ്അരികൾ യോജിക്കുന്നത്. അതുകൊണ്ടാണ് ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പലയിടങ്ങളിലായി ഈമാന്റെ മസ്അല ചർച്ചയൊക്കെ പറഞ്ഞത് അശ്അരികളെ ജഹ്മികളെ സപ്പോർട്ട് ചെയ്യുന്നു. ജഹ്മിന്റെ വാദത്തെ സഹായിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അശ്അരികളാണ്, അശ്അരിയും അദ്ദേഹത്തിന്റെ അനുയായികളുമാണ് എന്നൊക്കെ. അറിയപ്പെട്ട ഒരു അശ്അരി പണ്ഡിതനാണ് ഷഹ്റസ്ഥാനി. അദ്ദേഹത്തിന്റെ അൽ മിനൽ വൻ നിഹൽ എന്ന കിതാബിൽ പറഞ്ഞു, അദ്ദേഹം അബുൽ ഹസൻ അൽ അശ്അരിയുടെ ഖൗലിനെ വിശദീകരിക്കുകയാണ്, അതൊന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞുതരാൻ. കാലത്തെ അൽ ഈമാനു ഹുവ അത്തസ്ദീഖു ബിൽ ജനാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തൽ മാത്രമാണ്. വഅമ്മൽ ഖൗലു ബിൽ ലിസാനി വൽ അമലി ബിൽ അർകാൻ ഫഫുറൂഉഹു, നാവ് കൊണ്ട് അംഗീകരിക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലും അതൊക്കെ അതിന്റെ ശാഖാപരമായ കാര്യങ്ങളാണ്, അടിസ്ഥാനം ഹൃദയം കൊണ്ട് അംഗീകരിക്കൽ മാത്രമാണ്. ഫമൻ സദ്ദഖ ബിൽ ഖൽബി, ആരെങ്കിലും ഹൃദയം കൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതായത് അഖറ ബിവഹ്ദാനിയത്തില്ലാഹി തആല വഅതറഫ ബിർറുസുലി തസ്ദീഖൻ ലഹും ഫീമാ ജാഊ ബിഹി മിൻ ഇൻദില്ലാഹി തആല ബിൽ ഖൽബി സഹ ഈമാനുഹു, ഹൃദയം കൊണ്ട് അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുകയും പ്രവാചകന്മാർ കൊണ്ടുവന്നതെല്ലാം സത്യമാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്താൽ ഓന്റെ ഈമാൻ സ്വഹീഹായി. ഹത്താ ലൗ മാത അലൈഹി ഫിൽ ഹാലി കാന മുഅ്മിനൻ നാജിയ, അങ്ങനെ ഹൃദയം കൊണ്ട് മാത്രം അംഗീകരിച്ച് മരിച്ചാൽ അവൻ വിജയിച്ച മുഅ്മിനായി മാറുകയും ചെയ്യും എന്ന്. നാവ് കൊണ്ട് പ്രഖ്യാപിക്കണമെന്നില്ല, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണമെന്നില്ല. അശ്അരി പണ്ഡിതനായ ഷഹ്റസ്ഥാനി എഴുതിയതാണ്. വലാ യഖ്റുജു മിനൽ ഈമാനി ഇല്ലാ ബിഇൻകാരി ശൈഇൻ മിൻ ദാലിക, ഈ പറയപ്പെട്ടത് നിഷേധിച്ചാലേ ഓൻ കാഫിറാവുള്ളൂ, ഈമാനിന്ന് പുറത്തു പോവുള്ളൂ. സഹാബാക്കളും താബികളും തബൂ താബികളും ഏകാഭിപ്രായമുള്ള മസ്അലക്കെതിരാണ് ആര് പറയുന്നത്? ഷഹ്റസ്ഥാനി അശ്അരി ഇമാം. അശ്അരികളുടെ മറ്റൊരു ഇമാമാണ് ഇമാം ഗസ്സാലി. ഗസ്സാലി ഈമാനെ കുറിച്ച് പറഞ്ഞാൽ ഈമാനു ഹുവ അത്തസ്ദീഖുൽ മഹൽ, വെറും സത്യപ്പെടുത്തൽ മാത്രമാണ്. വൽ ലിസാനു തുർജുമാനുൽ ഈമാൻ, നാവ് കൊണ്ട് പറയാന്നുള്ളത് ഹൃദയത്തിലുള്ളതിനെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് പോലെയാണ്, ഹൃദയത്തിലുള്ളതിനെ പുറത്ത് കാണിക്കുന്നത് പോലെയാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തൽ മാത്രമാണ് എന്ന്. അതിനെ അവരുടെ വേറൊരു വലിയ ഇമാമാണ് റാസി. ആര്? തഫ്സീർ റാസിയൊക്കെ കേട്ടിട്ടില്ലേ? ഫഖ്റുദ്ദീൻ റാസി. അദ്ദേഹം പറയാണ്, അൽ ഈമാനു ഇബാറത്തുൻ അനി തസ്ദീഖ്, ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തലാണ്. ബികുല്ലി മാ ഉരിഫ ബിൽ ദറൂറത്തി ഖൗലുഹു മിൻ ദീനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ദീനിൽപ്പെട്ടതാണെന്ന് അറിയപ്പെട്ട കാര്യങ്ങളെയെല്ലാം സത്യപ്പെടുത്തുന്നതിനാണ് ഈമാൻ എന്ന് പറയുക എന്ന്. ഇതാണ് അശ്അരികളുടെ അടുക്കൽ ഈമാൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ ഈമാനെ സംബന്ധിച്ച് ഉലമാക്കൾ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു നമുക്ക് നോക്കാം. ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അശ്അരിയെ സംബന്ധിച്ച് പറയാണ്, വൽ ഖാളി അബൂബക്കർ അൽ ബാഖില്ലാനി നസറ ഖൗല ജഹ്മിൻ ഫി മസ്അലത്തിൽ ഈമാൻ. അബൂബക്കർ അൽ ബാഖില്ലാനി അശ്അരികളുടെ വലിയ ഇമാമാണ്, ആദ്യകാല ഇമാമിൽപ്പെട്ട ആളാണ് അബൂബക്കർ അൽ ബാഖില്ലാനി. അദ്ദേഹം ജഹ്മ് ബിൻ സഫ്വാൻ എന്ന ജഹ്മിയുടെ വാദത്തെ സഹായിച്ചു ഫി മസ്അലത്തിൽ ഈമാൻ, ഈമാന്റെ മസലയിൽ.
മുതാബഅതൻ ലി അബുൽ ഹസൻ അൽ അശ്അരി, അബുൽ ഹസൻ അശ്അരിയെ ഫോളോ ചെയ്തുകൊണ്ട്. വകദാലിക അക്സറു അസ്ഹാബിഹി, ഇപ്രകാരം തന്നെയാണ് അശ്അരികളെ അധിക അനുയായികളും പണ്ഡിതന്മാരും ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന്. അതുപോലെ തന്നെ ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വേറൊരു സ്ഥലത്ത് പറഞ്ഞു, വബിഹാദാ വഗൈരിഹി യതബയ്യനു ഫസാദു ഖൗലി ജഹ്മിൻ വസാലിഹി, ഈ പറഞ്ഞതിലൂടെ ജഹ്മിന്റെയും സാലിഹി എന്ന് പറഞ്ഞ ആളുടെയും ഈമാന്റെ വിഷയത്തിലുള്ള വാദം ഫസാദാണ് എന്ന് ബോധ്യപ്പെട്ടു. വമനിത്തബഅഹുമാ, ഈമാന്റെ വിഷയത്തിൽ ജഹ്മിനെയും അസാലിഹിയെയും ഫോളോ ചെയ്തവരുടെയും വാദം പൊളിയാണ്. ഫിൽ ഈമാനി, ഈമാന്റെ വിഷയത്തിൽ കൽ അശ്അരി, അശ്അരിയെ പോലെ. അപ്പോൾ അബുൽ ഹസൻ അശ്അരിയും അനുയായികളും ഈ മസ്തലത്തിൽ ഈമാനിൽ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? സലഫുകൾ കാഫിറുകളാണ് എന്ന് വിളിച്ച അൽ ജഹ്മുൻ സഫ്വാൻ എന്ന് പറയുന്ന ആളുടെ ടീം ജഹ്മികളുടെ ടീമിന്റെ കൂടെയാണ്. ശൈഖ് ഇബ്നു തൈമിയ്യ പറയുന്നത് ഫി അശ്അരി ഖൗലൈഹി, അബുൽ ഹസൻ അശ്അരിയുടെ അറിയപ്പെട്ട വാദമാണ് തസ്ദീഖ് മാത്രമാണ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മാത്രമല്ല അക്സരി അസ്ഹാബിഹി, അബുൽ ഹസൻ അശ്അരിയുടെ അധിക അനുചരന്മാരുടെയും അഭിപ്രായം ഇത് തന്നെയാണ് എന്ന്. വതായിഫത്തി മിൻ മുതഅഖിരി അസ്ഹാബി അബി ഹനീഫ കൽ മാതുരീദിയ, അതേപോലെ തന്നെ അബു ഹനീഫയുടെ പിൽക്കാലക്കാരായ അനുയായികളുടെയും വാദം ഇതാണ്. അതുപോലെ കൽ മാതുരീദിയ, മാതുരീദിക്കാരെ പോലെ. അപ്പൊ അശ്അരികളും മാതുരീദികളും ഈമാന്റെ വിഷയത്തിൽ പിഴച്ചു പോയവരാണ് എന്ന് ആരാ പറയുന്നത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ തന്നെ പിന്നെ ആധുനിക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു. ഇനി ഈ മസ്അലത്തുൽ ഈമാന്റെ വിഷയത്തിൽ സലഫുകൾ എന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. ശൈഖുൽ ഇസ്ലാം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറയാൻ, അൽ ജഹ്മിയത്തു തഖൂലു, ജഹ്മികൾ പറയുന്നു, ഇദാ അറഫ റബ്ബഹു ബിഖൽബിഹി, ഒരാൾ തന്റെ റബ്ബിനെ ഹൃദയം കൊണ്ടറിഞ്ഞാൽ, വഇല്ലം തഅമൽ ജവാരിഹുഹു, അവൻ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും റബ്ബിനെ ഹൃദയം കൊണ്ട് അറിഞ്ഞാൽ മതി എന്നത് വഹാദ കുഫ്റുൻ, അത് കുഫ്റാണ്. അപ്പൊ അശ്അരികളുടെ തസ്ദീഖ് മാത്രം മതി എന്ന വാദം എന്താണ്? ഇമാം അഹ്മദിന്റെ വാദപ്രകാരം കുഫ്റാണ്. ഇബ്ലീസുൻ ഖദ് അറഫ റബ്ബ, ഇബ്ലീസ് അത് അറിഞ്ഞിട്ടുണ്ട്. ഫഖാല റബ്ബി ബിമാ അഗ്വൈതനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസ് അത് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അറിയൽ മാത്രമാണ് എങ്കിൽ ഇബ്ലീസ് എന്താവും? മുഅ്മിനായി മാറും. അപ്പോൾ അത് മാത്രം മതി എന്ന് പറയൽ കുഫ്റാണ് എന്നാണ് ഇമാം അഹ്മദ് പറയുന്നത് എന്ന് ഇമാം അഹ്മദിന്റെ ഖൗല്. അദ്ദേഹത്തിന്റെ അസുന്ന ലിൽ ഖല്ലാൽ അദ്ദേഹം തിരിച്ച ശൈഖ് ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട്, ഇമാം അഹ്മദിനെ പോലുള്ള പണ്ഡിതന്മാർ അറിയൽ മാത്രം ആണ് ഈമാൻ എന്നത് കുഫ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മജ്മൂഉൽ ഫത്താവയിൽ പറയുന്നുണ്ട്. അതുപോലെ ഖാലൽ വഖീഉ റഹിമഹുല്ലാഹ്, ഇമാം വഖീ റഹ്മത്തുള്ളാഹി പറയാണ്, കാലത്തിൽ ജഹ്മിയത്തു, ജഹ്മികൾ പറഞ്ഞു, അൽ മഅരിഫത്തു ബിൽ ഖൽബി ബിമാ ജാഅ മിൻ ഇൻദില്ലാഹി യുജ്സിയു മിനൽ ഖൗലി വൽ അമൽ. ജഹ്മികൾ പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്ന കാര്യങ്ങളെ ഹൃദയം കൊണ്ട് അറിയുക എന്നുള്ളത് മതിയായതാണ്, നാവ് കൊണ്ട് പറയണമെന്നില്ല, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണമെന്നില്ല. വഹാദ കുഫ്റുൻ, ഇമാം വഖീ റഹ്മത്തുള്ളാഹി ഇത് കുഫ്റാണ് എന്ന്. ഇമാം അഹ്മദിന്റെ മകൻ അബ്ദുല്ല എന്ന് പറയുന്നവരുടെ അസുന്ന എന്ന കിതാബിലാണ് ഈ കൗലുള്ളത്. അതുപോലെ തന്നെ ഇമാം മുഹമ്മദ് ബിൻ നസർ അൽ മറൂസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫി താലിബി ഖദീസ് സലാ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു, വഖദ് ജാമഅതുനാ ഫി ഹാദാ അൽ മുർജിയത്തു കുല്ലുഹാ അല അന്ന അൽ ഇഖ്റാറ ബിൽ ലിസാനി മിനൽ ഈമാൻ. മുർജികൾ എല്ലാവരും നാവ് കൊണ്ട് അംഗീകരിക്കൽ ഈമാനിൽപ്പെട്ടതാണെന്ന് നമ്മളോട് യോജിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇമാമാണ്. അദ്ദേഹം പറയാണ്, മുർജികൾ നാവ് കൊണ്ട് പറയൽ ഈമാനാണ് എന്ന് നമ്മളോട് യോജിച്ചിട്ടുണ്ട്. മുർജികളുടെ പ്രശ്നം എന്താണ്? കർമ്മങ്ങൾ ഈമാനിൽപ്പെട്ടതല്ല എന്ന് പറയലാണ്. അതുകൊണ്ടാണ് ഇമാം വഖീ, ഫുലൈൽ ബിൻ അയ്യാദ് പോലുള്ള പഴയകാല താബീ പണ്ഡിതന്മാർ, താബീ പണ്ഡിതന്മാര് മുർജികളെയും ജഹ്മികളെയും വേറെയാക്കിയത്. മുർജികൾ എന്തംഗീകരിക്കുന്നുണ്ട്? നാവ് കൊണ്ടുള്ള അംഗീകാരം ഈമാനാണെന്ന് പറയുന്നുണ്ട്. മുർജികൾ പറയുന്നത് ഹൃദയം കൊണ്ട് അംഗീകരിക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും ഈമാനാണ്. ജഹ്മികള് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നതിനെയും അംഗീകരിക്കുന്നില്ല. അതാണ് ഇമാം മുഹമ്മദ് ബിൻ നസർ അൽ മറൂസി റഹ്മത്തുള്ളാഹി പറയുന്നത്, മുർജികളിൽ അധിക പേരും നാവ് കൊണ്ട് അംഗീകരിക്കൽ ഈമാനാണ് എന്നതിൽ നമ്മളോട് യോജിക്കുന്നു. ഇല്ല ഫിർഖതം മിനൽ ജഹ്മിയ്യ, ജഹ്മികൾ ഒഴികെ. കഫറത് ഇൻദനാ വഇൻദൽ മുർജിയതി ബിസഅമിഹിം അന്നൽ ഈമാന ഹുവൽ മഅരിഫത്തു ഫഖത്. അറിയൽ മാത്രമാണ് ഈമാൻ എന്ന വാദം കാരണത്താൽ ജഹ്മികൾ
നമ്മുടെ അടുക്കലും മുർജികളുടെ അടുക്കലും കാഫിറുകളായിരിക്കുന്നു എന്ന്. അപ്പൊ അറിയൽ മാത്രമാണ് ഈമാൻ എന്നത് കുഫറാണ് എന്നാണ് ഇമാം മറൂസി റഹ്മത്തുള്ളാഹി അലൈഹിയും പറയുന്നത്. അപ്പോൾ ഇമാമുമാർ കുഫർ എന്ന് പറഞ്ഞ മസലയാണ് മസ്അലത്തുൽ ഈമാനിൽ അശ്അരികളുടെയും ജഹ്മികളുടെയും വാദം. അപ്പോൾ ഈമാൻ എന്ന മസലയിൽ അശ്അരികൾ അഹ്ലുസുന്നക്ക് പുറത്താണ്. അവരുടെ ധാരാളം കൗലുകൾ ഇനിയും നമുക്കൊരുപാട് ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ വേണ്ടി പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.